ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് വരുമോ, ഈ തംബ്നെയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങളുടെ തംബ്നെയിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് കണ്ടെത്തി തരുന്ന ഒരു ഫീച്ചറുണ്ട്. ഈ ഫീച്ചർ ഉപയോഗിച്ച് ഒരേ വീഡിയോയ്ക്ക് 3 വ്യത്യസ്ത തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്യാം. അതിൽ ഏതാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്, ഏതാണ് കൂടുതൽ വാച്ച് ടൈം ലഭിക്കുന്നത് എന്ന് യൂട്യൂബ് തന്നെ ടെസ്റ്റ് ചെയ്ത് മികച്ച തംബ്നെയിൽ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ തംബ്നെയിൽ സെക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. ഒന്നാമത്തത് അപ്ലോഡ് ഫയൽ, അതായത് സ്വന്തം തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാൻ. രണ്ടാമത്തത് ഓട്ടോ ജനറേറ്റഡ്, അതായത് യൂട്യൂബ് നിർദ്ദേശിക്കുന്ന തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്യാൻ. മൂന്നാമത്തത് ടെസ്റ്റ് ആൻഡ് കമ്പയർ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് ടെസ്റ്റ് ആൻഡ് കമ്പയർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. നിങ്ങൾ ടെസ്റ്റ് ആൻഡ് കമ്പയറിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പുതിയ ഒരു വിൻഡോ തുറക്കും. അവിടെ നിങ്ങൾക്ക് 3 വ്യത്യസ്ത തംബ്നെയിലുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഡൺ അമർത്തുക. ഒരു പ്രധാന കാര്യം, ഈ ഫീച്ചർ നിങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് മാത്രമല്ല ലഭിക്കുക, നിങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്ത പഴയ വീഡിയോകൾക്കും വേണ്ടിയും ഉപയോഗിക്കും. പഴയ വീഡിയോയ്ക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോയുടെ ഡീറ്റെയിൽസ് തുറക്കുക. അതിനുശേഷം അവിടെ തംബ്നെയിൽ സെക്ഷനിൽ പോവുക. അവിടെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫീച്ചർ അവിടെയും ലഭിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ടെസ്റ്റ് ആരംഭിക്കും. ഇനി വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ടെസ്റ്റ് എത്രത്തോളം പൂർത്തിയായി, ഏത് തംബ്നെയിലാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്, എത്ര സമയം കൂടി വേണ്ടിവരും എന്നിവയെല്ലാം പരിശോധിക്കാം. ആവശ്യമെങ്കിൽ സ്റ്റോപ്പ് ടെസ്റ്റ് എന്ന ബട്ടൺ അമർത്തി ഏത് സമയത്തും ടെസ്റ്റ് അവസാനിപ്പിക്കാനും കഴിയും. ഇനി നിങ്ങളുടെ 3 തംബ്നെയിലുകളും പരസ്പരം വളരെ സാമ്യമുള്ളതാണെങ്കിൽ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും. എന്നാൽ അവ പരസ്പരം വ്യത്യസ്തമാണെങ്കിൽ ടെസ്റ്റ് വളരെ വേഗത്തിൽ പൂർത്തിയാകും. ടെസ്റ്റ് പൂർത്തിയായാൽ യൂട്യൂബ് 3 തരത്തിലുള്ള റിസൾട്ടുകളിൽ ഒന്ന് കാണിക്കും. ഒന്നാമത്തത് വിന്നർ തംബ്നെയിൽ, അതായത് 3 തംബ്നെയിലുകളിൽ ഏറ്റവും കൂടുതൽ വാച്ച് ടൈം ലഭിച്ചത് ഏതാണ് അതിന് വിന്നർ തംബ്നെയിലായി കണക്കാക്കും. രണ്ടാമത്തത് പ്രിഫേർഡ് തംബ്നെയിൽ, ഒരു തംബ്നെയിൽ പോലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും മറ്റുള്ളവയെ അപേക്ഷിച്ച് അല്പം മികച്ചതുണ്ടെങ്കിൽ അതിനെ പ്രിഫേർഡ് തംബ്നെയിലായി കാണിക്കും. മൂന്നാമത്തത് നോ റിസൾട്ട്, 3 തംബ്നെയിലുകളും ഏകദേശം ഒരേ പ്രകടനമാണ് അല്ലെങ്കിൽ ഒന്നിനും മികച്ച വാച്ച് ടൈം ലഭിച്ചില്ലെങ്കിൽ നോ റിസൾട്ട് എന്ന് കാണിക്കും. ഈ സാഹചര്യത്തിൽ യൂട്യൂബ് ആദ്യത്തെ തംബ്നെയിൽ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും തംബ്നെയിൽ ഡീഫോൾട്ട് തംബ്നെയിലായി ഉപയോഗിക്കും. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ഫീച്ചർ ലഭിക്കില്ല. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പാലിക്കാത്ത വീഡിയോസിന് ഈ ഫീച്ചർ ലഭിക്കില്ല. അതുപോലെ മെയ്ഡ് ഫോർ കിഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന വീഡിയോസിനും ഈ ഫീച്ചർ ലഭിക്കത്തില്ല. അല്ലെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ മെച്യൂർ ഓഡിയൻസിനുള്ള കണ്ടന്റിനും ഈ ഫീച്ചർ അവൈലബിൾ. അതുപോലെ ലൈവ് സ്ട്രീം വീഡിയോയ്ക്കും ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കാൻ നിങ്ങളുടെ ചാനലിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതിന് നിങ്ങൾ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിലെ ഫീച്ചർ എലിജിബിലിറ്റി സെലക്ട് ചെയ്യുക. അതിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യുക. അതിന് നിങ്ങൾക്ക് വീഡിയോ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓൺ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂട്യൂബ് ടിപ്പുകളും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.